ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്താണല്ലോ അല്ലേ? ഞാനും ഇന്ന് പോയി വോട്ടൊക്കെ ചെയ്തു കേട്ടോ. ഇതുവരെ അതായത് സർവീസിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇന്നാണ് ഡയറക്റ്റ് പോയി വോട്ട് ചെയ്യുന്നത് കേട്ടോ. അതുവരെ സർവീസിലിങ്ങനെ ഇരുന്ന് നമുക്ക് ഡ്യൂട്ടികളുണ്ടാവും. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ വോട്ടൊക്കെ രേഖപ്പെടുത്തി ഞാൻ നേരെ ഞങ്ങളുടെ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. അവിടെ പോയി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ വാങ്ങിക്കണം. അത് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി ഇപ്പോൾ ടൗണിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. ഒരു 3/4 ഭാഗം കടകളും അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ട് 100 രൂപ 150 രൂപയുടെ ചപ്പൽസൊക്കെ കിട്ടിയേക്കുന്നു. അപ്പോൾ ആ കടയിൽ കയറി അതൊക്കെ വാങ്ങിച്ചു വരണം. പിന്നെ നേരെ പ്ലാന്റ് നഴ്സറിയിൽ പോയി. പ്ലാന്റ് നഴ്സറിയിൽ പോയിട്ട് എനിക്ക് 1-2 ചെടികൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിലും പത്തനംതിട്ട പോയി കഴിഞ്ഞാൽ ഈ നഴ്സറി കയറും കേട്ടോ. എന്നിട്ട് അവിടെ പോയി എന്തെങ്കിലും ഒരെണ്ണമൊക്കെ വാങ്ങിക്കും. പിന്നെ ചെടികളൊക്കെ ഒന്ന് കാണാമല്ലോ. എല്ലാത്തരം ചെടികളൊന്നും നമ്മുടെ വീട്ടിലില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക. പിന്നെ കുറേ ദിവസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു റോസ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അതും കൂടി ഒന്ന് വാങ്ങിച്ചു. പിന്നെ കടയിൽ കയറിയിട്ട് ഞാൻ പിന്നെ വൈനിടാനായിട്ടൊരു ഭരണി വേണമായിരുന്നു. അപ്പോൾ അതുകൂടെ വാങ്ങിച്ചു. ആ ജാറ് വാങ്ങിച്ചു. നല്ലൊരു ജാറ് നോക്കി അത് വാങ്ങിച്ചു. പിന്നെ അന്നേരം അവിടെ കണ്ട കുറേ സ്പൂണുകൾ, കുറച്ച് അതും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഈ ക്രോക്കറി ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചായക്കപ്പില്ലേ, ചായക്കപ്പിനോട് എനിക്ക് പ്രത്യേക ഭ്രമമാണ്. അപ്പോൾ ഞാനെന്തെങ്കിലും കണ്ടിഷ്ടപ്പെട്ട അപ്പം അത് വാങ്ങിക്കും. അങ്ങനെ പിന്നെ ചായ കുടിക്കുന്നതൊക്കെ അതിലാണ്. അങ്ങനെയൊരു ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേനും ഭയങ്കര വെയിൽ. വണ്ടിക്കകത്തോട്ട് കയറിയപ്പോഴത്തേനും ചൂട് കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല, അതുപോലെ വെയിൽ. അവിടുന്ന് നേരെ വിട്ട് പോന്നപ്പോഴത്തേനും 12:15 ആയി. എന്നാൽ പിന്നെ നേരിട്ട് പോന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലേക്ക് പോരുവാണ്. പോരുന്ന വഴി ഞാൻ ആലോചിക്കുമായിരുന്നു, 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു വലിയ സംഭവം. കുറച്ച് പേരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നു. നമ്മുടെ സാമ്പത്തികമായിട്ട്, സാമൂഹികപരമായിട്ട്, സാംസ്കാരികപരമായിട്ടും എല്ലാം നമ്മുടെ നാട് മുൻപന്തിയിലെത്തണം. നമ്മൾ ഓരോ വ്യക്തിക്കും അതിൻ്റേതായ പുരോഗതി ഉണ്ടാകണം. അതിനെ സഹായിക്കാനായിട്ട്, അതിന് പിന്തുണയാകാനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കാനായിട്ട് ഓരോ വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടണം അല്ലേ? അവരെല്ലാവരും നന്നായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് ചില സമയത്തൊക്കെ ചില അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അത് നന്നായി വിനിയോഗിക്കാനുള്ള ചില അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ടല്ലേ. എന്തായാലും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായിട്ട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. അപ്പം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ തിരഞ്ഞെടുപ്പ് അവരെ അവർ നമ്മളെ നയിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന്, അതായത് ഏറ്റവും തദ്ദേശീയ ലോക്കലായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ സാധിക്കും. ഏറ്റവും അടുത്ത് അവർക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാനും സാധിക്കും. വൈനിടാൻ വേണ്ടി ഭരണി വാങ്ങിച്ചു. പിന്നെ കുറേ സ്പൂൺസൊക്കെ കളർഫുള്ളായിട്ടുള്ള കണ്ടു, അതും കൂടെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കപ്പ്, ചായക്കപ്പ്, അതുമൊക്കെ വാങ്ങിച്ച് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പം ഇന്ന് ഈ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ചെയ്യണേ. ഓക്കെ.